Good morning, girls. Next, we can see what is investigation. Investigation എന്ന് പറഞ്ഞാൽ എന്താ? Auditing and investigation, both the terms are different. Investigation means an inquiry into the books of accounts of a business concern for a special purpose. Auditing എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഫെയർനെസ് അല്ലെങ്കിൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാണിക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആ ഒരു എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെയാണ് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയാം. മനസ്സിലായല്ലോ? നേരെ മറിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു എൻക്വയറി നടത്തുക, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദി ബിസിനസ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഇസ് എ സെർച്ചിങ് എൻക്വയറി ഇൻ ടു the profit earning capacity or the financial position of the company or to find out the extent of a suspected fraud. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷനാണ്. ഒന്നുകിൽ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി, അതായത് പുതിയ ഇൻവെസ്റ്റേഴ്സ് എങ്ങാനും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ പാർട്ട്നേഴ്സിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ദ കണ്ടക്ട് ഇൻവെസ്റ്റിഗേഷൻ. അതായത് അതെന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി അറിയാൻ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി, ഓർ ടു ഫൈൻഡ് ഔട്ട് ദി എക്സ്റ്റെൻറ്റ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രോഡ്. എന്തെങ്കിലും ഒരു ഫ്രോഡ് ഉണ്ടെന്ന് സംശയം തോന്നിയിട്ടുണ്ടെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഓക്കെ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് സ്പെഷ്യൽ ഓഡിറ്റ്, ദ സ്കോപ്പ് ഓഫ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഇസ് കണ്ടക്റ്റഡ്. ഓക്കെ. അപ്പം ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ. അക്കോർഡിംഗ് ടു ടൈലർ ആൻഡ് പെരി, ഇൻവെസ്റ്റിഗേഷൻ ഇൻവോൾവ്സ് എൻക്വയറി ഇൻ ടു ഫാക്ട്സ് ബിഹൈൻഡ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഇൻ ടു ദ ടെക്നിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് പൊസിഷൻ ഓഫ് ദ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ. ഇനി നമുക്ക് ഡിഫറൻസസ് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഓഡിറ്റിംഗ്. രണ്ടും എന്താണെന്ന് മനസ്സിലായല്ലോ. ഓഡിറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് കാൽക്കുലേറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ given in the financial statements of an association. അതായത് അനലൈസിങ് ദ റിസൾട്ട്സ് ദാറ്റ് വെദർ ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇസ് ആക്യുറേറ്റ് ആൻഡ് അക്കോർഡിംഗ് ടു ദ പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ്. അതാണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ എഫേർട്ട് മെയ്ഡ് ടു അൺകവർ ദ ഫാക്ട്സ് ഫോളോയിങ് എ സ്പെസിഫിക് കണ്ടീഷൻ in order to find out the truth. Okay, അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഫോർ എ ബിസിനസ് അസോസിയേഷൻ ഇൻഡിക്കേറ്റ്സ് detailed, organized and significant inspection of books of accounts along with past and present transaction records of an individual. അപ്പം with the help of proof in launching a fact, അങ്ങനെ നടത്തുന്ന ആ ഒരു എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാം. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് ക്യാരിഡ് ഔട്ട് ബൈ ഇറ്റ് ഇസ് ക്യാരിഡ് ഔട്ട് ബൈ സ്പെഷ്യലിസ്റ്റ് ഫോർ ദ വെരിഫിക്കേഷൻ ഓഫ് സർട്ടൻ ഫാക്ട്സ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഡിഫറൻസ് നോക്കാം. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. ഓഡിറ്റിംഗ് 2013 കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് ഓഡിറ്റിംഗ് ഇസ് കമ്പൽസറി ഫോർ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. നേരെ മറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഇസ് നോട്ട് നെസസറി, അതായത് നോട്ട് കമ്പൽസറി. ഇൻവെസ്റ്റിഗേഷൻ എപ്പോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ? ഇഫ് ദർ ഈസ് എനി നീഡ് ഫോർ ഇറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രോഡ് ഉണ്ടെന്ന് സസ്പെക്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുള്ളൂ. ഇനി സെക്കൻഡ് ഡിഫറൻസ്, ദ എയിം ഓഫ് ഓഡിറ്റിംഗ് ഇസ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ഫൈനൽ അക്കൗണ്ട്സ് ആർ പ്രോപ്പർലി പ്രിപ്പയർഡ് ആൻഡ് ദ ഷോ എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് അഫെയേഴ്സ് ഓഫ് എ ബിസിനസ് കൺസേൺ. അതായത് ഓഡിറ്റിൻ്റെ എയിം എന്താണെന്നാണ് പറയുന്നത്? ഈ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഒക്കെ കൃത്യമായിട്ടാണോ ചെയ്തിരിക്കുന്നത്, ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ കാണിക്കുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് എയിം ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മേ ബി ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റബിലിറ്റി ഓർ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കമ്പനി ഓർ എ ഫ്രോഡ് ഓർ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഫ്രോഡ്. Then third difference is auditing is done annually and it generally covers one accounting year. നേരെ മറിച്ച് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലമൊന്നും നടക്കില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇൻവെസ്റ്റിഗേഷനുള്ള ഉത്തരവിടുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ മേ കവർ സെവറൽ ഇയേഴ്സ്, സേ 3, 4 or 5 years.
അങ്ങനെ ഒരു 10 കൊല്ലത്തെ ഇതായിട്ടാണ് അക്കൗണ്ട്സാണ് ഇങ്ങനെ എടുക്കുക. കുറേ വർഷത്തത് ഒരുമിച്ചെടുത്തിട്ടാണ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് എടുക്കുക. ദെൻ ഓഡിറ്റ് ഇസ് കണ്ടക്റ്റഡ് ഓൺ ബിഹാഫ് ഓഫ് ദി പ്രൊപ്രൈറ്റേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റ് ചെയ്യുന്നത്? ഓൺ ബിഹാഫ് ഓഫ് പ്രൊപ്രൈറ്റേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. ഇൻവെസ്റ്റിഗേഷൻ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് കണ്ടക്റ്റഡ് ഓൺ ബിഹാഫ് ഓഫ് ഔട്ട്സൈഡേഴ്സ് ഓർ ഫ്യൂച്ചർ ഓണേഴ്സ്. അതായത് പുതിയൊരാൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് തോന്നുകയാണ് അതൊന്ന് നോക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ പ്രോഫിറ്റബിലിറ്റി നോക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഔട്ട്സൈഡേഴ്സ് ആണ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഉത്തരം. ദെൻ ഓഡിറ്റ് റിപ്പോർട്ട് is sent to the managing director of the company to be placed before shareholders. അപ്പോൾ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ആർക്ക് അയച്ചു കൊടുക്കുന്നത്? മാനേജിങ് ഡയറക്ടറിനായിരിക്കും. അതായത് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രതിനിധിയാണല്ലോ MD. ദെൻ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് is sent to the party who appointed the investigation. അപ്പോൾ ആരാണോ ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിടുന്നത് അവർക്കാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അയക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഡിഫറൻസ് ഇസ് ഓഡിറ്റിംഗ് യൂഷ്വലി ഇൻവോൾവ്സ് ദ സിസ്റ്റം ഓഫ് ടെസ്റ്റ് ചെക്കിങ്. ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരാൾ ചെയ്തത് വേറൊരാൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യുക, ആ ഒരു രീതിക്കാണ് ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത്. അതായത് മുഴുവൻ ചെയ്തൊന്നും വരില്ല. ടെസ്റ്റ് ചെക്കിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് റാൻഡംലി സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ഈച്ച് ആൻഡ് എവറി ഐറ്റം ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവുന്ന സമയത്ത് ചില സമയത്ത് ടെസ്റ്റ് ചെക്കിങ് നടത്തും. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ തറോ എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇനി എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നോക്കാം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്? ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് ഇൻഡിവിജ്വൽ പ്രൊമോട്ടേഴ്സ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി who wishes to purchase a running business in order to ascertain the profitability and financial position of the concern proposed to be taken over. ചില സമയത്ത് റണ്ണിങ് ബിസിനസ് ഏറ്റെടുക്കാൻ തയ്യാറായി വന്നിട്ടുള്ള ഇൻഡിവിജ്വൽ പ്രൊമോട്ടേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ഒന്നുകിൽ എന്താ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റണ്ണിങ് ബിസിനസ് എക്വയർ ചെയ്യില്ലേ, അപ്പോൾ അവരുടെ ഇതിൽ എന്തെങ്കിലും എന്താ പറയുക പ്രോഫിറ്റബിലിറ്റിയോ ഫിനാൻഷ്യൽ പൊസിഷനോ അറിയണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഈ ഏറ്റെടുക്കാൻ പോകുന്ന ബിസിനസ്സിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും. അതാണ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് എൻ ഇൻഡിവിജ്വൽ പ്രൊമോട്ടേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് ഇൻകമിങ് പാർട്ട്ണർ ടു നോ അബൌട്ട് ദി പെർഫോമൻസ് ഓഫ് ദി ഫോം. അതായത് ചിലപ്പം ഫോമിലൊരു പുതിയ പാർട്ട്ണർ എന്താ പറയുക അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അറിയേണ്ടി വരും ഈ ഒരു ഫോമിൻ്റെ എന്താ പറയുക പെർഫോമൻസ് എല്ലാം. അപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ വേണമെങ്കിൽ ചെയ്യാം. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് എ ക്ലയൻറ്റ് ഹു വിഷസ് ടു ലെൻഡ് മണി ടു എ കൺസേൺ ടു നോ ഇറ്റ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ക്ലയൻറ്റിന് കുറച്ച് കാശ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇറക്കണം എന്നുണ്ടാവും. അപ്പോൾ അവർക്ക് അങ്ങനെ കാശ് എന്താ പറയുക മണി ലെൻഡ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ആയിട്ട് എന്താണ് ഈ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണമെന്നുണ്ടെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷന് നടത്താം. ദെൻ ഇൻവെസ്റ്റിഗേഷൻ വെയർ ഫ്രോഡ് സസ്പെക്റ്റഡ് ബൈ ദി ഓണറിന് ചിലപ്പോൾ എന്താ പറയുക അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് എ ക്ലയൻറ്റ് ഹു വിഷസ് ടു പർച്ചേസ് ദി ഷെയർസ് ഓഫ് ദി കമ്പനി. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഇത് ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓഡിറ്റിംഗ് ചെയ്യുന്നത് ഓഡിറ്റേഴ്സാണ്. എന്താ ചെയ്യുന്നത് അവിടെ? എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഇവിടെയും ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാലും എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. പക്ഷേ എല്ലാ വർഷവും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴാണോ ഇങ്ങനെയുള്ള എന്തെങ്കിലും അവസരങ്ങൾ വരുന്നത്, സംശയം ഉണ്ടാവുന്നത്, ആ ഒരു വർഷം അതപ്പോൾ ഒരു 4-5 വർഷത്തത് ഒരുമിച്ച് അങ്ങോട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. മനസ്സിലായോ? അതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക. ഓക്കെ.